തൃശൂരിൽ UDF മേയറായി നിജി ജസ്റ്റിൻ. പരസ്യപ്പോരിനിടയിലും നിജിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തി ലാലി ജെയിംസ്. 2 സ്വതന്ത്ര കൌൺസിലർമാരുടെ വോട്ടും UDFന് ലഭിച്ചു. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, പരസ്യ പ്രതികരണം എന്ന് വെച്ചാൽ ലാലിയുടെ പ്രതികരണം കടന്ന പ്രതികരണമായിരുന്നു. അതിനുശേഷവും നിജിക്ക് വോട്ട് ചെയ്തു ലാലി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ എത്ര വോട്ടിനാണ് നിജിയുടെ വിജയം? സ്മൃതി, 35 വോട്ടുകൾക്കാണ് നിജി ജസ്റ്റിൻ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. 33 UDF കൗൺസിലർമാരുടെയും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച 2 കൗൺസിലർമാരുടെയും വോട്ടുകൾ UDFന് ലഭിച്ചിരിക്കുന്നു. 13 വോട്ടുകളാണ് LDFിന്റെ സ്ഥാനാർത്ഥി ML റോസിക്ക് ലഭിച്ചിരിക്കുന്നത്. BJPയുടെ പൂർണിമ സുരേഷ് 8 വോട്ടുകൾ നേടി. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ രാവിലെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ വിവാദങ്ങളിൽ മാത്രം ഒതുങ്ങുകയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ലാലി ജെയിംസ്. തന്റെ പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് രാവിലെ തന്നെ ലാലി ജെയിംസ് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വിമത സ്ഥാനാർത്ഥിയായി കുരിയച്ചിറയിൽ നിന്ന് വിജയിച്ച ഷോമി ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകൾ ലഭിക്കുമ്പോൾ 35 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ചതേക്കാൾ വലിയ വിജയം കോൺഗ്രസിന് ഇവിടെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ വിജയം മേയർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു. ഇനി വാദപ്രതിവാദങ്ങളും ആരോപണങ്ങൾക്കുള്ള മറുപടികൾ അത് ഇതിന് ശേഷം എന്ന നിലയിലാണ് ഇപ്പോൾ ലാലി ജെയിംസും നിൽക്കുന്നത്. കോൺഗ്രസിന് വോട്ട് ചെയ്തു. താൻ കോൺഗ്രസ്സുകാരിയാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത്. ഏതായാലും വലിയ വിജയം കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നു. 33 കൗൺസിലർമാരുമായി വിജയിച്ച് കോർപ്പറേഷനിലേക്ക് വന്ന കോൺഗ്രസിന് 35 കൗൺസിലർമാരുടെ അംഗസംഖ്യയായി ഉയർന്നു എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ആശ്വാസവും സന്തോഷവും നൽകുന്ന കാര്യം. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസിന്റെ അതിലെ തിരിച്ചറിവ്, അതിഗംഭീരമായ തിരിച്ചറിവ് തന്നെ നടത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 33 കൗൺസിലറിൽ നിന്ന് 35 കൗൺസിലർമാരിലേക്ക് ഉയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു, UDFന് കഴിഞ്ഞു എന്നത് ഈ ആരോപണങ്ങൾക്കിടയിലും ആ വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, 35 വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സ്വതന്ത്രയുടെ പിന്തുണയും അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുകയാണ്. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ നിജി ജസ്റ്റിൻ എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രണ്ട് സ്വതന്ത്രയുടെ അടക്കം പിന്തുണയോടെ നിജി ജസ്റ്റിൻ ഇപ്പോൾ തൃശൂർ മേയറായി സ്ഥാനമേറ്റിരിക്കുകയാണ്. 35 വോട്ടുകളാണ് നിജി ജസ്റ്റിന് ലഭിച്ചത്. കോൺഗ്രസിന് അഭിമാനിക്കാവുന്ന വിജയം കൂടിയാണ് ഇപ്പോൾ തൃശൂർ കോർപ്പറേഷന് ലഭിച്ചത്. 35 പേരുടെ പിന്തുണയോടെ നിജി ജസ്റ്റിൻ മേയറായിരിക്കും. അങ്ങനെ കോൺഗ്രസിന് അഭിമാനിക്കാവുന്ന ഒരു വിജയം വിവാദങ്ങൾക്കും അടിസ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കുന്നതിനായിരുന്നു തെരഞ്ഞെടുപ്പെന്ന് പറയേണ്ടി വരും. മാത്രമല്ല, ആരോപണം ഉന്നയിച്ച ലാലി ജെയിംസ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടാകുന്നു. അതീവ ഗുരുതരമായ അഭിനന്ദനം നൽകുകയാണ് പാർട്ടി പ്രവർത്തകർ. 2 സ്വതന്ത്ര കൗൺസിലർമാരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് 35 വോട്ടോടുകൂടി നിജി ജസ്റ്റിൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്.
വിവിധ ഭാഗങ്ങളിലായി വനിതാ സാരഥികൾ അധികാരം ഏറ്റെടുക്കുന്നതിന്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി മേയറായി VK വിനിമോൾ അല്പം മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടു. ദിയ പുളിക്കകണ്ടത്ത് പാലായുടെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ ഇതാ 2 മക്കളാകണം കൂടെയുള്ളത്. നിജി ജസ്റ്റിന്റെ ദൃശ്യങ്ങൾ. തൃശ്ശൂരിലെ ഒരു ഗൈനക്കോളജിസ്റ്റ് കൂടിയാണ്. ഡോക്ടറായ നിജി ജസ്റ്റിൻ മേയറായി, തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായി സ്ഥാനമേറ്റെടുത്തിരിക്കുന്നു. ജേസൺ, നിജി ജസ്റ്റിൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായി നിജി ജസ്റ്റിൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എന്താണ് അവിടെ നിന്നുള്ള കാഴ്ച? പരസ്യപ്പോരിനിടയിലാണ് 35 വോട്ട് കിട്ടിയത്. സ്വതന്ത്രയുടെ പിന്തുണ കൂടി ലഭിച്ചിരിക്കുന്നു. അതെ സ്മൃതി, കഴിഞ്ഞ 1.5 മണിക്കൂർ മുമ്പുണ്ടായിരുന്ന ഒരു ആശങ്ക, പ്രതിഷേധം, അതുപോലെ തന്നെ വൈകാരികമായ പ്രകടനങ്ങൾ, ഇതെല്ലാം അപ്പുറത്തായി ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ്, മേയർ സ്ഥാനാർത്ഥിക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 33 കൗൺസിലറുമായി UDF വിജയിച്ചു കയറിയെങ്കിൽ അത് മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പെത്തുമ്പോൾ അത് 2ആയി ഉയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു, UDFന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് വിമർശനം ഉന്നയിച്ച ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ലാലി ജെയിംസ് തന്നെ കോൺഗ്രസിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയെന്ന ഒരു അപൂർവമായ കാഴ്ച കൂടിയുണ്ടായി. മാത്രമല്ല, കുരിയത്രയിൽ വിമത സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഷോമി, അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച റാഫി എന്നിവർ കൂടി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, UDFന് വോട്ട് ചെയ്യുന്നു. അത് കോൺഗ്രസിന്റെ UDFന്റെ വിജയമായി തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുകയായിരുന്നു. അതീവ ദയനീയമായ അവസ്ഥയായിരുന്നു സത്യത്തിൽ തൃശ്ശൂരിൽ. അതിൽ നിന്ന് അതിശക്തമായ തിരിച്ചറിവ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. അതിനിടയിൽ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളെല്ലാം ഉണ്ടായെങ്കിൽ പോലും അതിനും അപ്പുറത്ത് വലിയ വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ആ കോൺഗ്രസിന്റെ വിജയത്തിന്റെ പ്രഭ അല്പം മങ്ങുന്നതായിരുന്നു രാവിലെ ഉണ്ടായിരുന്ന ആരോപണം എന്ന് പറയുന്നത് ചെറിയ ആരോപണമല്ല, അതിഗുരുതരമായ ആരോപണമാണ്. ആരോപണം കഴിഞ്ഞു നടന്ന വോട്ടെടുപ്പിൽ UDFനുണ്ടായ വലിയ വിജയം അത് വരുന്ന ആളുകളിൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.